ബി.ജെ.പി നേതാവ് ബി.ജി. വിഷ്ണു നമ്മോടൊപ്പം ചേർന്നു. ബി.ജി. വിഷ്ണു ചർച്ചയുടെ തുടക്കത്തിൽ പി ചിത്തരഞ്ജൻ CPM നേതാവ് പറഞ്ഞത് കൃത്യമായ ഇടപെടലുകൾ ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കിയത് പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയ സർക്കാരാണ് അതിൻ്റെ 4ാം വർഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രൂക്ഷമായ ചില വിമർശനങ്ങൾ പ്രതിപക്ഷത്തോട്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനോട്, സംസ്ഥാനത്തെ പ്രതിപക്ഷത്തോട്, താങ്കളുടെ പാർട്ടിക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. വല്ലാത്ത പ്രതിസന്ധികളാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചത്. ഒപ്പം തന്നെ താങ്കളുടെ ഗവർണർ, താങ്കളുടെ പാർട്ടി, താങ്കളുടെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഗവർണർ, നേരത്തെ സജീവൻ സൂചിപ്പിച്ചതുപോലെ സൂപ്പർ ഗവൺമെൻറ് ചമയാൻ ശ്രമിച്ച ഗവർണർ അടക്കം സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ഈ സർക്കാർ നേടിയ നേട്ടങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. കോടതിയിലടക്കം പോയി കേരളത്തിന് വിഹിതം വാങ്ങേണ്ട ഒരു സാഹചര്യം, അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു താങ്കളുടെ പാർട്ടിയും താങ്കളുടെ കേന്ദ്ര സർക്കാരും താങ്കളുടെ പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ. എന്നിട്ടും വലിയ നേട്ടങ്ങളാണ് ഈ സർക്കാർ നേടിയത്. പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തോട് താങ്കളുടെ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ പ്രതികാര മനോഭാവത്തോടുകൂടി പെരുമാറാൻ കഴിഞ്ഞത്? എല്ലാ കാര്യത്തിലും കേരളം നമ്പർ 1 എന്നാണ് CPMൻ്റെ വാദം. ആരോഗ്യമേഖലയിൽ നമ്പർ 1. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചികിത്സ തരണമെങ്കിൽ ഈ രാജ്യത്തോ അദ്ദേഹത്തിൻ്റെ നമ്പർ 1 കേരളത്തിലൊന്നും സൗകര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം വിദേശത്തേക്ക് പോകും. ടൂറിസം മേഖലയിൽ കേരളം നമ്പർ 1 ആണ്. പക്ഷേ കേരളത്തിലും മുഖ്യമന്ത്രിക്ക് പോകാൻ ടൂറിസത്തിന് പോകണമെങ്കിൽ അതും വിദേശത്ത് പോകണം. ഇങ്ങനെ കേരളത്തിലെ മന്ത്രിമാർക്കും ഉന്നതന്മാർക്കുമെല്ലാം നമ്പർ 1 എന്ന് പൊതുജനങ്ങളോട് പറയുകയും തങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവരാശ്രയിക്കുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളെയാണ്. അവർ പാവപ്പെട്ട ജനങ്ങളോട് പറയും ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 എന്നാണ്. ഒരു കാലഘട്ടം മുഴുവൻ സ്വകാര്യ വിദ്യാഭ്യാസത്തെ എതിർത്തു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മകളടക്കം അതേ കാലഘട്ടത്തിൽ ഒരു വശത്ത് SFIക്കാർ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്ന് പോലീസുകാരോട് യുദ്ധം ചെയ്യുമ്പോൾ മറുവശത്ത് പിണറായി വിജയൻ്റെ മകളടക്കം സ്വകാര്യ സർവകലാശാലയിൽ പഠിക്കുന്നു. പറയുന്നതിനോടും പ്രവർത്തിക്കുന്നതിനോടും യാതൊരുവിധ ബന്ധവും പുലർത്താത്ത ഒരു പാർട്ടിയാണ് CPM. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷ മേഖലയിൽ ഞങ്ങൾ കർക്കശമായി കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ പാവപ്പെട്ട അമ്മമാർക്ക് പെൻഷൻ കിട്ടിയിട്ട് എത്ര നാളായി? കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എവിടെ എത്തിയിരിക്കുന്നു? എന്ത് സാമ്പത്തിക പ്രതിസന്ധി മിസ്മാനേജ്മെൻറ്റിൽ ഉണ്ടായാലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എന്ന് പറയാൻ CPM നേതാക്കന്മാർക്ക് യാതൊരു പഞ്ഞവുമില്ല. കാരണം അവരൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയുമില്ല. അതിൻ്റെ ചുമതല കേരളത്തിൽ കഴിഞ്ഞ 10-15 ദിവസമായി ഇവിടെ ആർക്കും കൈകാട്ടിയിട്ടില്ല. കേരളത്തിൽ ഗുണ്ടാ വിളയാട്ടമല്ലേ നടക്കുന്നത്? പട്ടാപ്പകൽ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ മനുഷ്യനെ കടിച്ചു കീറി കൊല്ലുന്ന മൃഗീയമായ സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷ പൂർണ്ണമായും തകർന്നു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമായി മാറി. കേരളത്തിലെ പോലീസിനെ കൈവിലങ്ങുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. ഇവിടുത്തെ മാഫിയകൾക്കെതിരെ, ഗുണ്ടാ ഭീകരന്മാർക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ കേരളത്തിൻ്റെ പോലീസിന് കഴിയുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന് കേരളത്തിന് വലിയ രീതിയിൽ ഇടം നേടുന്നു. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൻ്റെ ATS തലവനില്ലായിരുന്നു. കാരണം ഒരു വാർത്തയുമായി മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകിയപ്പോൾ അത് ശ്രീ P. വിജയൻ ചോർത്തി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിയെ കൊണ്ടുവന്ന വിഷയത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ആ സ്ഥാനം ഒരു വർഷത്തേക്ക് സർക്കാർ ഒഴിച്ചിട്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേരളത്തെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്നത്? ഈ പ്രതിബദ്ധതയുടെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു CPMൻ്റെ അവകാശവാദം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ താങ്കളുടെ മുന്നിലേക്ക്, ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. താങ്കൾ പറഞ്ഞു CPMൻ്റെ അവകാശവാദമാണ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. നിതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി 1ാമത് നിതി ആയോഗാണ്. ശ്രദ്ധിക്കണം, 2022 സുസ്ഥിര വികസന സൂചികയിൽ 2023 ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായും നിതി ആയോഗ് തിരഞ്ഞെടുത്തത് കേരളത്തെയാണ്. 2021 ദേശീയ ഗവേണൻസ് അവാർഡും ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ്റെ അഴിമതി വിമുക്ത സേവനത്തിനുള്ള പുരസ്കാരവും കേരളത്തിനാണ്. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ പ്രസിദ്ധീകരിച്ച സൂചികയിൽ മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനത്തിൻ്റെ സൂചികയും കേരളം 1ാമതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിലും കേരളം 1ാമതാണ്. കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രൻ പുരസ്കാരവും കേരളത്തിനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ പുരസ്കാരം 2021 കിട്ടിയതും കേരളത്തിനാണ്. 2023 ന്യൂയോർക്ക് ടൈംസ് തിരഞ്ഞെടുത്ത ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏക സംസ്ഥാനം. ഇങ്ങനെ നീതി ആയോഗും കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളും
കേരളത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കേരളത്തിനെ മാനിച്ചുകൊണ്ട് ചില നേട്ടങ്ങൾ അവർ തന്നെ പറയുകയും ചെയ്യും. ഇതൊന്നും CPIMന്റെ അവകാശവാദമല്ല. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ താങ്കളെയും ആരെയും ഞാൻ പഠിപ്പിക്കേണ്ടതുമില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വരാൻ കഴിയുന്നത്?